ഇടതുമുന്നണി ചേർത്തല നഗരസഭ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ചേർത്തല പ്രസ് ക്ലബ്ബിലായിരുന്നു പ്രകാശന കർമ്മം നടന്നത്. 42 വികസന പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഞ്ചു വർഷത്തിന് മുമ്പ് ഭരണസമിതി വരുന്നതിന് മുമ്പ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് 5 വർഷത്തെ ഭരണത്തിന് ശേഷം വീണ്ടും ജനവിധി തേടുവാൻ LDF സ്ഥാനാർത്ഥികൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. 5 വർഷത്തിന് മുൻപ് മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങൾ ചേർത്തല ആശുപത്രിയുടെ കാര്യം, അതുപോലെ സ്കൂള് വികസനവുമായി ബന്ധപ്പെട്ട കാര്യം, ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യം, താഴെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡുകളെല്ലാം നന്നാക്കുന്ന കാര്യം, ഇതെല്ലാം പൂർണ്ണമായും പാലിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നഗരത്തിൽ കേടുപാടായി കിടന്നിരുന്ന സെൻറ്റ് മേരീസ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഔപചാരികമായി അത് ഉദ്ഘാടനം നടത്തുകയും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നഗരത്തെ ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുത്തുന്ന പാലമുണ്ട്, നെടുമ്പ്രക്കാട് പാലം, വിളക്കുമരം പാലം. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരാത്തതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ ഉത്കണ്ഠയുണ്ടായിരുന്നു. ആ ഉത്കണ്ഠയ്ക്ക് പരിഹാരമുണ്ടാക്കും എന്ന ഉറപ്പ് നൽകിയിരുന്നതാണ്. ആ ഉറപ്പും പാലിച്ചു. മുന്നോട്ട് വെച്ച എല്ലാ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളും പാലിച്ചതിന് ശേഷമാണ് LDF ഇത്തവണ ജനവിധി തേടുവാൻ നഗരസഭയിലെ വോട്ടർമാരെ സമീപിക്കുന്നത്. മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനവും ജനങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി നോക്കി കാണുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ട്. ഞങ്ങളത് ഈ പ്രകടന പത്രികയ്ക്കകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 42 വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോൾ കഴിഞ്ഞ തവണ മുന്നോട്ട് വെച്ച വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായി ചേർത്തല ആശുപത്രി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളും ഫുൾ സ്വിങ്ങിൽ ഉടൻ തന്നെ ആരംഭിക്കും എന്നതാണ് ഒന്നാമത്തെ വാഗ്ദാനം. അതുപോലെ തന്നെ LDF മാത്രം കഴിയുന്ന, വേറൊരു മുന്നണിക്കും കഴിയാത്ത സംസ്ഥാന LDF ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിലും വാഗ്ദാനത്തിലും വന്നു കഴിഞ്ഞ കാര്യമാണ് ഓരോ വീട്ടിലും ജോലിക്ക് വേണ്ടി നിൽക്കുന്ന, ജോലിക്ക് പ്രാപ്തരായ ഒരാൾക്കെങ്കിലും വീതം നിശ്ചയമായും ജോലി കൊടുക്കും. ചേർത്തല താലൂക്ക് ആശുപത്രി പൂർണ്ണമായും രോഗി സൗഹൃദമാക്കും. താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം, മരുന്നും ഉറപ്പുവരുത്തുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി എന്ന സർക്കാർ പദ്ധതി നടപ്പിലാക്കും. ഇനിയും സുരക്ഷിത ഭവനം ഇല്ലാത്തവർക്ക് ലൈഫ് മിഷനുമായി ചേർന്ന ഭവനം ലഭ്യമാക്കും. എല്ലാ വീട്ടിലും കുടുംബാംഗങ്ങൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം ഉറപ്പുവരുത്തും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. തെരുവ് നായ്ക്കളുടെ ഉപദ്രവങ്ങൾക്ക് പരിഹാരം കാണും. പട്ടണത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നീന്തൽക്കുളങ്ങൾ സ്ഥാപിക്കും. ചേലത്തു ചേർത്തലയുടെ 2ാം ഘട്ടം സമയബന്ധിതമായി പൂർത്തീകരിച്ച സമ്പൂർണ്ണ ശുചിത്വ നഗരമാക്കി മാറ്റും. AS കനാലും TB കനാലും കുറിയമുട്ടം കായലും ത്രിവേണി സംഗമവും വിളക്കുമരം പാലവും പൂത്തോട്ട കനാലും വേമ്പനാട് കായലും ഉൾക്കൊള്ളുന്ന പുതിയ ടൂറിസം കേന്ദ്രം സാധ്യമാക്കാൻ നടപടി സ്വീകരിക്കും. മുനിസിപ്പൽ സ്റ്റേഡിയം നിർമ്മിക്കും. റെയിൽവേ സ്റ്റേഷന് സമീപം ബസ് ടെർമിനൽ സ്ഥാപിക്കാനും പ്രകടന പത്രികയിൽ തീരുമാനമുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ ചേർത്തല ബോട്ട് ജെട്ടിയുമായി ബന്ധിപ്പിക്കും. ഒരു വാർഡിൽ കുറഞ്ഞത് 2 കോടി രൂപയുടെ വികസനം ഉറപ്പാക്കും. നഗരസഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും മുഴുവൻ പൗരന്മാർക്കും എപ്പോഴും ലഭ്യമാക്കുന്ന സംവിധാനം ഏർപ്പെടുത്തി നഗരസഭാ പ്രവർത്തനം സുതാര്യമാക്കുന്നതോടെ അഴിമതി പൂർണ്ണമായും ഇല്ലാതാകുമെന്നും നേതാക്കൾ പറഞ്ഞു. 42 വികസന പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K പ്രസാദ്, മുൻ MPയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് AM ആരിഫ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MC സിദ്ധാർത്ഥൻ, സെക്രട്ടറി P ഷാജി മോഹൻ, CPM ഏരിയ സെക്രട്ടറി B വിനോദ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, നേതാക്കളായ VT ജോസഫ്, ജോമി ചെറിയാൻ, ME രാമേന്ദ്രൻ നായർ, K ഉമയാഷൻ, TS അജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.